നമസ്കാരം. സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കണ്ണൂരിൽ കെ സുധാകരനും പി കെ ശ്രീമതിയും പ്രചാരണം തുടങ്ങി. ബിജെപി സ്ഥാനാർത്ഥി പി സി മോഹനനും പ്രചാരണ രംഗത്ത് സജീവം. കരുതലോടെ തന്ത്രങ്ങൾ. കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുന്നു. സരിതാ നായർ നൽകിയ പരാതിയിൽ എ പി അബ്ദുള്ളക്കുട്ടി എംഎൽഎ തെറ്റുകാരനാണെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഡിസിസി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. ജില്ലയിൽ കോൺഗ്രസ് പ്രവർത്തനം ഇല്ലായ്മ ചെയ്യാൻ സിപിഎം ബോധപൂർവം ശ്രമിക്കുകയാണെന്നും കെ സുരേന്ദ്രൻ. കൗവായി മാടക്കയിലെ മാവടി ഹൌസിൽ ഭാർഗവിയെ കൊലപ്പെടുത്തി പുഴയിൽ തള്ളിയ സംഭവം. മുഖ്യപ്രതി മജീദ് തിരുവനന്തപുരത്ത് പിടിയിൽ. തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്നവർക്ക് കൂലി ലഭിക്കാതായിട്ട് മാസങ്ങൾ കഴിയുന്നു. തങ്ങൾ പട്ടിണിയിലേക്കെന്ന് തൊഴിലാളികൾ. അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം. വാർത്തകൾ വിശദമായി. എഐസിസി പ്രഖ്യാപനം വരുന്നതിന് മുൻപേ തന്നെ കെ സുധാകരൻ കണ്ണൂർ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയിരുന്നു. വ്യാഴാഴ്ച കോളേജ് ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രചാരണം. തന്റെ 5 വർഷത്തെ സേവനം തൃപ്തികരമെങ്കിൽ ഒരിക്കൽ കൂടി വോട്ട് ചെയ്യണമെന്നായിരുന്നു അഭ്യർത്ഥന. വ്യാഴാഴ്ച രാവിലെ കണ്ണൂരിൽ തോട്ടട SN കോളേജിലാണ് കെ സുധാകരൻ എത്തിയത്. KSU നേതാക്കളും വിദ്യാർത്ഥികളും സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. തുടർന്ന് ക്ലാസുകളിൽ കയറി വോട്ട് അഭ്യർത്ഥിച്ചു. പള്ളിക്കുന്ന് കൃഷ്ണമേനോൻ സ്മാരക വനിതാ കോളേജ്, ചിന്മയ വിദ്യാലയ, ഏച്ചൂർ നളന്ദ കോളേജ് തുടങ്ങിയ കലാലയങ്ങളിലും കെ സുധാകരനെത്തി. 2009 43,151 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കെ സുധാകരൻ KK രാഗേഷിനെ തോൽപ്പിച്ചത്. ഇത്തവണ മുൻ മന്ത്രിയും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ PK ശ്രീമതിയാണ് മറുപക്ഷത്ത്. കൃത്യമായ കണക്കുകൂട്ടലുകളുമായാണ് കെ സുധാകരന്റെ പ്രചാരണത്തിന് തുടക്കമായത്. ഞാൻ കുട്ടികളുമായി മിങ്കിൾ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഊർജം യുവത്വത്തിന്റെ ഊർജമാണ്. ആ ഊർജം കോളേജ് ക്യാമ്പസിൽ നിന്ന് സമാഹരിച്ചാണ് എന്റെ യാത്രയ്ക്ക് ഞാൻ തുടക്കം കുറിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കണ്ണൂരിൽ LDF സ്ഥാനാർത്ഥി PK ശ്രീമതി ഫലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ PK ശ്രീമതി കണ്ണൂരിന്റെ മണ്ണിൽ ഇക്കുറി ചെങ്കൊടി പാറിക്കുമെന്ന നിശ്ചയത്തോടെ തന്നെയാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ ദിവസം PK ശ്രീമതി നമ്പ്യാർ സഭയുടെ കണ്ണൂരിലെ ഓഫീസിലെത്തി നേതാക്കളെ കണ്ടു. നമ്പ്യാർ സഭ ചെയർമാൻ രാജേഷ് നമ്പ്യാർ, സെക്രട്ടറി ശിവദാസൻ കരിപ്പാൽ തുടങ്ങിയവർ PK ശ്രീമതിയെ സ്വീകരിച്ചു. 1 മണിക്കൂറോളം നേതാക്കളുമായി PK ശ്രീമതി ചർച്ച നടത്തി. 2006 മുതൽ 2019 വരെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു PK ശ്രീമതി. പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് 2006 PK ശ്രീമതി നിയമസഭയിലെത്തി. തെരഞ്ഞെടുപ്പ് പോരാട്ടം തീർച്ചയായിട്ടും അത്ര ലാഘവമായിട്ടൊന്നും ആരും കാണില്ല. കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ പ്രത്യേകിച്ചും UDFന്റെ സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് എന്നുള്ളതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അത്ര വലിയൊരു കാര്യമായിട്ട് എടുക്കുന്നില്ല. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7 നിയോജക മണ്ഡലത്തിലെ ആകെ വോട്ടിന്റെ കണക്കെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 50,000-ലധികം വരുന്ന ഭൂരിപക്ഷം കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങൾ നൽകിയിട്ടുണ്ട്. ഇപ്പൊ സാഹചര്യം മാറി. അനുകൂലമായ ഒട്ടേറെ ഘടകങ്ങൾ LDFന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അനുകൂലമായ ഘടകങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും 3 വർഷമായി കേരളം ഭരിക്കുന്ന UDF ഗവൺമെന്റിന്റെ കൊള്ളരുതായ്മ, ദേശീയ തലത്തിൽ UPA ഗവൺമെന്റ് ഇന്ത്യയിലെ ജനങ്ങൾക്കും കർഷകർക്കും പാവപ്പെട്ട ജനങ്ങൾക്കും എതിരായി ചെയ്തുകൊണ്ടേയിരുന്ന ജനവിരുദ്ധ നടപടികൾ, ഇതെല്ലാം വെച്ചുകൊണ്ടൊരു വിലയിരുത്തൽ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. അത്തരമൊരു സന്ദർഭത്തിൽ ഒരു നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ കഴിയും. നിർണായകമായ ഒരു ശക്തിയായിട്ട് ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം പ്രതിനിധികൾ വരും എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. PK ശ്രീമതിക്ക് വോട്ട് അഭ്യർത്ഥിച്ച് ജില്ലയിൽ മിക്കയിടങ്ങളിലും ബോർഡുകളും ഫ്ലക്സുകളും ഉയർന്നു കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കണ്ണൂർ മണ്ഡലത്തിലെ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ തുടങ്ങുന്നു. വെള്ളിയാഴ്ച തളിപ്പറമ്പിലാണ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ തുടക്കമാവുക. സ്ഥാനാർത്ഥിയായ PC മോഹനൻ കണ്ണൂരിലെത്തി ജില്ലാ നേതൃത്വവുമായി ചർച്ച നടത്തി. വയനാട് കോളിയാട് സ്വദേശിയായ PC മോഹനൻ നിലവിൽ കർഷക മോർച്ച ദേശീയ സെക്രട്ടറിയാണ്. 1982-ലും 87-ലും സുൽത്താൻ ബത്തേരി അസംബ്ലി മണ്ഡലം സ്ഥാനാർത്ഥിയായും കണ്ണൂർ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥിയായും മത്സരിച്ചിട്ടുണ്ട്. 1-2 പ്രവർത്തകർ മാത്രം BJP വിട്ടുപോയി എന്നുവെച്ച് പാർട്ടിക്ക് യാതൊരു കോട്ടവും സംഭവിക്കില്ലെന്നും വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ണൂർ മണ്ഡലം BJPയോടൊപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷയുണ്ടെന്നും PC മോഹനൻ മാധ്യമങ്ങളോട് പറഞ്ഞു. 1-2 പ്രവർത്തകന്മാര് വിട്ടുപോയി എന്നുള്ളതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും സംഭവിക്കാനില്ല എന്ന് മാത്രമല്ല
കൂടുതൽ ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് പ്രവർത്തകന്മാർ ആവേശത്തോടുകൂടി വീറും വാശിയോടും കൂടിയിട്ട് പ്രവർത്തന രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഊർജ്ജസ്വലരായ പ്രവർത്തകന്മാരുള്ള, കേരളത്തിലെ ഏറ്റവും നല്ല പ്രവർത്തകന്മാരുള്ള ഒരു നിയോജകമണ്ഡലം എന്നുള്ള നിലയ്ക്ക് അവരുടെ മുഴുവൻ കഴിവും മുഴുവൻ ശക്തിയും ഇനിയുള്ള ദിവസങ്ങൾ പരിപൂർണമായിട്ടും ഈ പ്രസ്ഥാനത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് എന്റെ കൂടെ ഉണ്ടാകും എന്ന് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മാർ ബസേലിയസ് AUP സ്കൂൾ പ്രധാനാധ്യാപകനായി 2005 വിരമിച്ച PC മോഹനൻ BJP വയനാട് ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറി, ബത്തേരി കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ്, ഇന്ത്യൻ കോഫി ബോർഡ് വൈസ് ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. സരിത നായർ സമർപ്പിച്ച പരാതിയിൽ അബ്ദുള്ളക്കുട്ടി തെറ്റുകാരനാണെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞാൽ കോൺഗ്രസ് അബ്ദുള്ളക്കുട്ടിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് DCC പ്രസിഡന്റ് K. സുരേന്ദ്രൻ. MLAക്കെതിരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ അക്രമങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും യോജിച്ച പ്രവൃത്തിയല്ലെന്നും ജില്ലയിൽ കോൺഗ്രസ് പ്രവർത്തനം ഇല്ലായ്മ ചെയ്യാൻ CPM ബോധപൂർവ്വം ശ്രമിക്കുകയാണെന്നും K. സുരേന്ദ്രൻ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. DCC യോഗത്തിൽ പങ്കെടുക്കുവാനെത്തിയ AP അബ്ദുള്ളക്കുട്ടി MLAയോട് ഡിവൈഎഫ്ഐ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ നടത്തിയ അക്രമം ജനാധിപത്യത്തോടും നീതിന്യായ വ്യവസ്ഥകളോടും നടത്തിയ വെല്ലുവിളിയാണ്. ഒരു ജനപ്രതിനിധിയെ, പാർട്ടി യോഗത്തിൽ വന്ന ഒരു ജനപ്രതിനിധിയെ അടിച്ച് താഴെയിട്ട് അവനെ കൊല്ലാൻ ശ്രമിക്കുന്ന പ്രാകൃതമായ ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലി കണ്ണൂരിൽ CPM നടത്തിയത്, അതിൽ ശക്തമായ പ്രതിഷേധം ഞാൻ CPMന്റെ ജില്ലാ സെക്രട്ടറിയോടും DYFIക്കാരോടും അതിന്റെ നേതാക്കന്മാരോടും ആവശ്യപ്പെടുന്നു. ഇത്തിരിയെങ്കിലും നിങ്ങൾക്ക് രാഷ്ട്രീയ ചിന്തയുണ്ടെങ്കിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയോടും കണ്ണൂർ ജില്ലയിലെ ജനങ്ങളോടും നിങ്ങൾ പരസ്യമായ മാപ്പ് പറയണം എന്ന് ഈ സമയം ഞാൻ ആവശ്യപ്പെടാനാണ്. CPM നേതാക്കൾക്കെതിരെയും സമാനമായ പരാതികൾ ഉണ്ടായിരുന്നു. എന്നാൽ അന്നൊന്നും ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകനും പ്രതികരിച്ചിട്ടില്ല. മുൻ CPM ജില്ലാ സെക്രട്ടറി P. ശശിയുടെയും ഗോപി കോട്ടമുറിക്കലിന്റെയും ജോസ് തെറ്റയിലിന്റെയും കാര്യങ്ങൾ പ്രവർത്തകർ മറക്കരുത്. ബുധനാഴ്ച നടന്ന സംഭവം CPM നേതാക്കളുടെ അറിവോടെയാണ് നടന്നത്. CKP പത്മനാഭൻ എന്ന് പറയുന്ന തളിപ്പറമ്പിലെ MLAയുടെ മകളെ കൈയേറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ട് വിഷയമുണ്ടായില്ലേ കണ്ണൂരിൽ? ആ പരാതി പറഞ്ഞതിന്റെ പേരിൽ CKPയെ താഴേക്ക് മാറ്റിയില്ലേ? സീറ്റ് പോലും നൽകാതെ അവിടെ ഉണ്ടായിരുന്ന പാർട്ടിയിലെ പ്രശ്നം എന്തിന്റെ പേരില്ല? അന്നവിടെ പോയി ഡിവൈഎഫ്ഐയുടെ നേതാവായിരുന്ന ഒരു സഹപ്രവർത്തകന്റെ ഭാര്യയെ അപമാനിക്കാൻ ശ്രമിച്ചില്ലേ? ഞാൻ പറയുന്നത് കണ്ണൂരിൽ നടന്ന സംഭവങ്ങളാണ്. കണ്ണൂരിന് വെളിയിലും നടന്നില്ലേ? എറണാകുളത്ത് ഗോപി കോട്ടമുറിക്കൽ ഉൾപ്പെടെയുള്ള ആളുകൾ. കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് അപമാനമാണ് സരിത. സംഭവത്തിൽ പോലീസിനെയാണ് കേസന്വേഷിക്കാൻ ആഭ്യന്തരമന്ത്രി ഏർപ്പാടാക്കിയത്, അല്ലാതെ ഡിവൈഎഫ്ഐക്കാരെയല്ല. CPMന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയമാണ് MLAക്കെതിരെയുള്ള ആക്രമണത്തിന് പിന്നിലെന്നും CPM ഇതിന് പരസ്യമായി മാപ്പ് പറയണമെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ K. പ്രമോദ്, മാർട്ടിൻ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. പ്രവാസികൾക്ക് വോട്ടവകാശം നൽകിയ ശേഷമുള്ള ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണിത്. എന്നാൽ പ്രവാസികളേറെയുള്ള കാസർകോട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രവാസി വോട്ടർമാർ 832 പേർ മാത്രം. നാട്ടിലുള്ളവർക്കേ വോട്ട് ചെയ്യാനാവൂ എന്ന നിബന്ധനയുള്ളതുകൊണ്ടാണ് പ്രവാസികൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ താൽപര്യം കുറഞ്ഞത്. തപാൽ വോട്ട് അനുവദിക്കണമെന്നാണ് പ്രവാസികളുടെ ആവശ്യം. തിരഞ്ഞെടുപ്പ് അടുത്തടുത്ത് വരുമ്പോൾ ഇക്കുറി പ്രവാസികളും ആവേശത്തിലാണ്. കാരണം തങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം ഇത്തവണയെങ്കിലും ഉപയോഗിക്കാനാവുമല്ലോ. പ്രവാസി വോട്ടർമാർ എത്ര പേർ വോട്ട് ചെയ്യാനായി നാട്ടിലെത്തുമെന്നാണ് അധികൃതരും രാഷ്ട്രീയ പ്രവർത്തകരും ഉറ്റുനോക്കുന്നത്. പ്രവാസികൾ ഏറെയുള്ള പ്രദേശമാണ് കാസർഗോഡെങ്കിലും 832 പ്രവാസി വോട്ടർമാരാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തത്. കണ്ണൂരിൽ 1538, വടകരയിൽ 3196 എന്നിങ്ങനെയാണ് വടക്കൻ മലബാറിലെ മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളിലെ പ്രവാസി വോട്ടർമാരുടെ എണ്ണം. കണ്ണൂരിൽ കൂത്തുപറമ്പ് നിയമസഭാ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രവാസി വോട്ടർമാർ. ഇതിൽ 3 സ്ത്രീകൾ ഉൾപ്പെടെ 480 പേരാണുള്ളത്. കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാടാണ് പ്രവാസി വോട്ടർമാരിൽ മുൻപിൽ. 9 സ്ത്രീകൾ ഉൾപ്പെടെ 284 പേർ. ന്യൂസ് ഡെസ്ക്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിയായ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ബിജു കണ്ടക്കൈ കണ്ണൂരിൽ AKG ആശുപത്രിയിൽ നിന്നും പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടു. AP അബ്ദുള്ളക്കുട്ടി MLAയെ കൈയേറ്റം ചെയ്ത കേസിൽ പ്രതിയായ ബിജു പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ബിജുവിനെ രക്ഷപ്പെടാൻ സഹായിച്ചതിന് ആശുപത്രി മാനേജ്മെന്റിനെതിരെ പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസമാണ് AP അബ്ദുള്ളക്കുട്ടി MLAയെ ബിജു കണ്ടക്കയുടെ നേതൃത്വത്തിൽ കണ്ണൂരിലെ ഹോട്ടലിന് മുന്നിൽ തടഞ്ഞുവച്ചത്.
MLAയെ കയ്യേറ്റം ചെയ്ത ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. ഇതിനിടയിൽ ബിജു കണ്ടക്കയ്ക്ക് പരിക്കേറ്റിരുന്നു. തുടർന്നാണ് പോലീസ് കാവലിൽ ബിജുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്നാൽ പോലീസിനെ വെട്ടിച്ച് ബിജു രക്ഷപ്പെടുകയായിരുന്നു. ബിജുവിനെ രക്ഷപ്പെടാൻ സഹായിച്ചതിനാണ് ആശുപത്രി മാനേജ്മെന്റിനെതിരെ കേസെടുത്തത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കവ്വായി മാടക്കയിലെ മാവടി ഹൌസിൽ 65-കാരി ഭാർഗവിയെ കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതി തിരുവനന്തപുരത്ത് പിടിയിലായി. കവ്വായി സ്വദേശി മജീദിനെയാണ് തിരുവനന്തപുരം വെഞ്ഞാറമൂടിലെ വർക്ക്ഷോപ്പിൽ വെച്ച് പഴയങ്ങാടി SI നാരായണനും സംഘവും അറസ്റ്റ് ചെയ്തത്. മറ്റൊരു പ്രതിയായ കവ്വായി സ്വദേശി C മഹേഷിനെ കഴിഞ്ഞ 8-ന് അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ 3-ന് കാണാതായ ഭാർഗവിയുടെ മൃതദേഹം ബുധനാഴ്ചയാണ് ഏഴോം കൊട്ടിൽ അണക്കെട്ടിനടുത്ത പുഴയിൽ കണ്ടെത്തിയത്. പിടിയിലായ മജീദ് തിരുവനന്തപുരം നെടുവങ്ങാട് സ്വദേശിയാണ്. ചെറുപ്പത്തിലെ കവ്വായി മാടക്കയിലെത്തിയ മജീദിനെ മകനെപ്പോലെ വളർത്തിയത് ഭാർഗവിയായിരുന്നു. കക്കവാരി ഉപജീവനം കഴിച്ചിരുന്ന ഭാർഗവി കവ്വായിലുണ്ടായിരുന്ന 3 സെന്റ് സ്ഥലവും വീടും വിറ്റിരുന്നു. 17 ലക്ഷം രൂപയ്ക്ക് വീടും സ്ഥലവും വിറ്റു എന്നായിരുന്നു മജീദിന്റെ ധാരണ. പണം തട്ടിയെടുക്കുകയായിരുന്നു മജീദിന്റെ ലക്ഷ്യം. ഇതിനായി മഹേഷിനെ കൂട്ടുപിടിച്ചായിരുന്നു കൊല. ഭാർഗവി വീടും സ്ഥലവും വിറ്റുകിട്ടിയ പണം കൊണ്ട് മറ്റൊരു വീട് വാങ്ങാൻ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ തുക എത്തിയിരുന്നില്ല. ഇത് മനസ്സിലാക്കിയ മജീദ് കുഴൽപ്പണക്കാർക്ക് 17 ലക്ഷം നൽകിയാൽ കൂടുതൽ പണം തിരിച്ചു ലഭിക്കുമെന്ന് ഭാർഗവിയെ വിശ്വസിപ്പിച്ചു. ഇതനുസരിച്ച് കുഴൽപ്പണക്കാർക്ക് നൽകാനുള്ള പണവുമായി അണക്കെട്ടിന് സമീപമെത്തിയ ഭാർഗവിയെ തോർത്തുപയോഗിച്ച് കഴുത്തുമുറുക്കി മഹേഷ് വായും മൂക്കും പൊത്തിപ്പിടിച്ചു. തുടർന്ന് ഭാർഗവിയെ കൊന്ന് പുഴയിലേക്ക് തള്ളിയിടുകയായിരുന്നു. ഭാർഗവിയുടെ കയ്യിലെ ബാഗിലായിരുന്നു പണമുണ്ടായിരുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് കൂലി ലഭിക്കാതായിട്ട് മാസങ്ങൾ കഴിഞ്ഞു. തങ്ങൾ പട്ടിണിയിലേക്കാണെന്ന് തൊഴിലാളികൾ. 2000 മുതൽ 6000 രൂപ വരെ തൊഴിലാളികൾക്ക് ലഭിക്കാനുണ്ട്. ഇതിനെതിരെ വ്യാപക പ്രതിഷേധമുയരുകയാണ്. രാജ്യത്ത് സാധാരണക്കാരായ സ്ത്രീകളിൽ ഏറെ ഉന്നമനം സൃഷ്ടിച്ച പദ്ധതിയാണ് തൊഴിലുറപ്പ്. ഒരു വർഷം 100 ദിന തൊഴിലാണ് പദ്ധതി വാഗ്ദാനം ചെയ്യുന്നത്. ആദ്യം 184 രൂപയായിരുന്നുവെങ്കിലും ഏപ്രിൽ മുതൽ അത് 210 രൂപയാക്കി വർദ്ധിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട്. എന്നാൽ മാസങ്ങളായി തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്തു വരുന്ന തൊഴിലാളികൾക്ക് കൂലി ലഭിച്ചിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റാണ് പദ്ധതിയുടെ തുക പാസാക്കേണ്ടത്. ഗ്രാമവികസന വകുപ്പ് മുഖേന ബ്ലോക്ക് പഞ്ചായത്ത് വഴി പഞ്ചായത്തുകൾക്ക് ഫണ്ട് കൈമാറുകയും ഇത് അക്കൌണ്ട് മുഖേന തൊഴിലാളികൾക്ക് വിതരണം ചെയ്യുകയുമാണ് ചെയ്യാറ്. എന്നാൽ മാസങ്ങളായി ജോലി ചെയ്ത തുകയൊന്നും തൊഴിലാളികളുടെ അക്കൌണ്ടിൽ എത്തിയിട്ടുമില്ല. പലർക്കും 2000 മുതൽ 6000 രൂപ വരെയാണ് ലഭിക്കാനുള്ളത്. ഇതോടെ പട്ടിണിയിലേക്കാണ് പല കുടുംബങ്ങളും. ബന്ധപ്പെട്ട അധികൃതരോട് ചോദിക്കുമ്പോൾ അവരും ഇക്കാര്യത്തിൽ കൈമലർത്തുകയാണ് ചെയ്യുന്നതത്രേ. ഞങ്ങൾ ഇക്കാര്യത്തെക്കുറിച്ച് തൊഴിലാളികളോട് ചോദിച്ചപ്പോൾ പ്രതികരണം ഇങ്ങനെയായിരുന്നു. 2-3 മാസമായി ഞങ്ങൾ പണിയെടുത്തിട്ട് ഇതുവരെ ഞങ്ങൾക്ക് ജോലി കിട്ടിയിട്ടില്ല. അല്ല, കൂലി കിട്ടിയിട്ടില്ല. ഞങ്ങൾ എവിടുന്നല്ലോ കടം വാങ്ങിയിട്ട് ജീവിക്കുന്നു. മോന് എന്താന്ന് ജോലി കിട്ടാല്ല, കൂലി കിട്ടാത്ത മെമ്പറോട് ചോദിക്കുന്നു എന്താ കൂലി കിട്ടാത്ത. കൂലി കിട്ടാൻ ഞങ്ങൾ ജീവിക്കണ്ടേ? ഞങ്ങൾ അരിയോളം അല്ലിൽ നിന്ന് പണിയെടുത്തിട്ട് ഞങ്ങളുടെ ജോലിന് പോയിട്ട് അവര് വന്നിട്ടില്ല. എപ്പോഴും അന്വേഷിക്കുന്നു. അന്നേരം അവര് പറയുന്നു വന്നിട്ടില്ല എന്ന്. ഇങ്ങനെയായാലും ഈ തൊഴിലുറപ്പെടുത്തിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾക്ക് ആഴ്ചക്ക് 2 ആഴ്ച കൂടുമ്പോൾ കൂലി കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തിനാ തൊഴിലുറപ്പ്? ഞങ്ങൾക്ക് തൊഴിലുറപ്പൊന്നും വേണ്ട. ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും പോയിക്കോളൂ. ഞങ്ങൾക്ക് 2 ആഴ്ച കൂടുമ്പം ജോലി ശമ്പളം കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് 3 മാസമായില്ലേ ജോലി എടുത്തിട്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പൈസയെല്ലാം പണിയെടുത്ത പാടനെ കിട്ടണം. ഒരു 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും കിട്ടണം. ഞങ്ങൾ ഇങ്ങനെ ഈ ചളി മാത്രമേ ഞങ്ങൾക്ക് പണിയുള്ളൂ. വേറെ പണിയൊന്നും നമുക്ക് തരുന്നില്ല. ഈ കഷ്ടപ്പാടിൽ മാത്രമാണ് ഞങ്ങളെ ആക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പണിയെടുത്താൽ 2 ആഴ്ച കൂടുമ്പോൾ ഞങ്ങളെ പൈസ കിട്ടണം. ഇത്രയും മാസങ്ങളോളം തൊഴിൽ ചെയ്തിട്ട് ആർക്കും ഒരു 10 രൂപ പോലും കിട്ടാൻ പഞ്ചായത്ത് നമുക്ക് അനുവദിച്ചില്ല. അതെന്താ കാരണം നമുക്കും അറിയില്ല. നമ്മൾ പണിയെടുക്കുന്നു, വീട്ടിൽ പോന്ന്, നാളെ കിട്ടുന്നില്ല പ്രതീക്ഷയിൽ വീണ്ടും പണിയെടുത്തുകൊണ്ടേയിരിക്കുന്നു. ഓരോ പഞ്ചായത്തിനും പദ്ധതിയുടെ ഭാഗമായി 5 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെ ലഭിക്കാനുമുണ്ട്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. പട്ടുവും പടിഞ്ഞാറേച്ചാൽ നിവാസികളുടെ പ്രധാന പ്രശ്നമാണ് ഉപ്പുവെള്ളം. ശുദ്ധജലം എന്നത് കിട്ടാക്കനിയാണ് ഇവർക്ക്. ഇതിന് പരിഹാരമായി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള ബണ്ട് നിർമ്മാണം ദ്രുതഗതിയിൽ പൂർത്തിയാവുകയാണ്. 100ഓളം കുടുംബങ്ങൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭ്യമാവുക. 3 ഭാഗവും പുഴയാൽ ചുറ്റപ്പെട്ട പട്ടുവം പ്രദേശം നേരിടുന്ന പ്രധാന പ്രശ്നമാണ് ശുദ്ധജലക്ഷാമം. വേനൽക്കാലമാകുന്നതോടെ ഈ ഭാഗത്തെ കിണറുകളെല്ലാം ഉപ്പുവെള്ളത്തിന്റെ കാഠിന്യത്തിൽ അമരും. ഇതോടെ പൈപ്പ് വെള്ളമോ ടാങ്കർ വെള്ളമോ ആണ് ഇവരുടെ ആശ്രയം. ഇതിന് പരിഹാരമായാണ് പടന്നയിൽ മുതൽ മണക്കിയിൽ വരെ 1.5 കിലോമീറ്റർ ദൂരത്തിൽ ബണ്ട് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു ദിവസം 30ഓളം സ്ത്രീകളാണ്
ബണ്ട് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. 3 മീറ്റർ ഉയരത്തിലാണ് നിർമ്മാണം. കൈപ്പാടിൽ നിന്നും ചെളി കൊത്തിക്കയറ്റുകയാണ് ആദ്യം. പുല്ലും ചെളിയും അട്ടിയായിട്ടാണ് ബണ്ട് നിർമ്മിക്കുക. 1 മാസത്തിലധികമായി ഇവർ ജോലി ആരംഭിച്ചിട്ട്. ഇത് നമ്മിപ്പം ചളിയിടും, അതിന്റെ മേലെ തോലിടും, എന്നിട്ട് ചളിയിടും. ഇങ്ങനെയാണ് അതുപോലെ ബണ്ട് പോലെ ഉണ്ടാക്കുന്നത്. ഉപ്പുവെള്ളം ഇപ്പുറം കടക്കുന്നതായിട്ട് 1000-ഓളം പേർ ഇതുവരെയായി ജോലിയെടുത്തു. ബണ്ട് നിർമ്മാണം പൂർത്തിയാവാൻ ഇനിയും 2 മാസമെങ്കിലും എടുക്കും. അതേക്കുറിച്ച് വാർഡ് മെമ്പർ കപ്പച്ചേരി നാരായണൻ. തീരദേശത്തിൽപ്പെട്ടതും ഇവിടെ താമസിക്കുന്നവർ മുഴുവനും 50% SC കുടുംബങ്ങളാണ്. ഈ പ്രദേശങ്ങളിൽ ഉപ്പുവെള്ളം വന്നു കഴിഞ്ഞാൽ വീടിന്റെ അടുത്ത് വരെ കയറുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഉപ്പുവെള്ളം കയറാൻ വരും. ഈ ശക്തമായ മഴക്കാലത്ത് വന്നാൽ ഇവിടെ വെള്ളം കയറും. അപ്പോൾ ഇപ്പം നമ്മളൊന്ന് തീരുമാനിച്ചത് ഈ 3 ഭാഗവും പുഴാൽ ചുറ്റപ്പെട്ട പടിഞ്ഞാറച്ചാല് മുഴുവനും തൊഴിലുറപ്പിൽ കൂടി 1.5 കിലോമീറ്റർ നീളത്തിൽ ബണ്ടുകൾ അഥവാ ചിറകൾ. ഈ ചിറകളിന്റെ പ്രധാന ഉദ്ദേശം ഉപ്പുവെള്ളം കയറൂല, കിണറിലെ വെള്ളം നല്ല വെള്ളമായി മാറും. പ്രകൃതിയായ ഇവിടെ ഉപ്പുവെള്ളമാണ്. അത് നിർമ്മാർജ്ജനം ചെയ്യാനാണ് തൊഴിലുറപ്പ് പദ്ധതി. ഈ പ്രദേശ ജനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച ഒരു കുടുംബത്തിന് 100 ദിവസത്തെ തൊഴിൽ ദിനം. ആ തൊഴിൽ ദിനം കിട്ടുകയും ചെയ്യും. സ്ത്രീകൾക്ക് ഒരു വരുമാന മാർഗമായി വരുന്നതാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം. ബണ്ട് നിർമ്മാണം പൂർത്തിയായാൽ പടിഞ്ഞാറേച്ചാൽ ഹരിജൻ കോളനിയിൽ ഉൾപ്പെടെയുള്ള 100ഓളം കുടുംബങ്ങൾക്കാണ് ഗുണം ലഭിക്കുക. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. സ്വതന്ത്ര ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ STU തളിപ്പറമ്പ് മുനിസിപ്പൽ ഏരിയ കമ്മിറ്റിയുടെ കനിവ് റിലീഫ് സെൽ നിർമ്മിച്ചു നൽകുന്ന ബൈത്തും റഹ്മ ഭവന പദ്ധതിയുടെ ശിലാസ്ഥാപനം പന്നിയൂർ പള്ളിവയലിൽ നടന്നു. പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ശിലാസ്ഥാപനം നിർവഹിച്ചു. സമൂഹത്തിന് നന്മയിലധിഷ്ഠിതമായ സേവനങ്ങൾ അർപ്പിക്കുവാൻ പാവപ്പെട്ടവരെയും കഷ്ടത അനുഭവിക്കുന്നവരെയും സഹായിക്കുന്നതും ആശ്വസിപ്പിക്കുന്നതിനുമുള്ള പ്രവൃത്തിയിൽ മുസ്ലിം ലീഗും അതിന്റെ പോഷക സംഘടനകളും എന്നും വ്യാപൃതരാണ്. സ്വതന്ത്ര ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ STU തളിപ്പറമ്പ് മുനിസിപ്പൽ ഏരിയ കമ്മിറ്റിയുടെ കീഴിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ചേർന്ന് രൂപം കൊടുത്ത് സാന്ത്വനത്തിന്റെ തൂവൽ സ്പർശമായി നിലകൊള്ളുന്ന കനിവ് റിലീഫ് സെല്ലാണ് നിർധനരായ ഓട്ടോറിക്ഷ തൊഴിലാളി കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നത്. 200ഓളം ഓട്ടോറിക്ഷകളുടെ അകമ്പടിയോടെയാണ് ഉദ്ഘാടകനെ ചടങ്ങിലേക്ക് ആനയിച്ചത്. തളിപ്പറമ്പിൽ നിന്നായിരുന്നു ഓട്ടോറിക്ഷ റാലിക്ക് തുടക്കമായത്. ചടങ്ങിൽ കനിവ് റിലീഫ് സെൽ ചെയർമാൻ C. ഉമ്മർ അധ്യക്ഷത വഹിച്ചു. TP മമ്മു, മുഹമ്മൂദ് അള്ളാങ്കുളം, P. മുഹമ്മദ് ഇക്ബാൽ, CPV അബ്ദുള്ള, PC നസീർ, അലിക്കുഞ്ഞി പന്നിയൂർ, K. മുഹമ്മദ് ബഷീർ, KH നജീബ് ബാഘവി തുടങ്ങിയവർ സംസാരിച്ചു. ഫുട്ബോൾ ടീമിന്റെ ലോഗോ പ്രകാശനവും നടന്നു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. കലക്ടറുടെ ഉത്തരവിന് പോലും വിലയില്ല. ചരക്ക് ഗതാഗതം നിരോധിച്ച പാപ്പിനിശ്ശേരി പിലാത്തറ KSTP റോഡിലൂടെ ചരക്ക് വാഹനങ്ങൾ ചീറിപ്പായുന്നു. ഗതാഗതം നിയന്ത്രിക്കേണ്ട നിയമപാലകർ ഇത് കണ്ടതായി ഭാവിക്കുന്നുമില്ല. ജനം ഇപ്പോൾ ഭീതിയിലാണ്. KSTP പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാപ്പിനിശ്ശേരി പിലാത്തറ റോഡ് നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ ഇതുവഴി ഭാരം കയറ്റിയ വാഹനങ്ങളുടെ യാത്രയ്ക്ക് ജില്ലാ കലക്ടർ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. നിർമ്മാണ പ്രവർത്തനത്തിന് വേഗം കൂട്ടുവാനും അപകടം ഒഴിവാക്കാനുമാണ് ഇതുവഴിയുള്ള ഗതാഗതത്തിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയത്. എന്നാൽ ഇതൊന്നും വകവെക്കാതെ ദേശീയപാത വഴി കടന്നുപോകേണ്ട നാഷണൽ പെർമിറ്റ് ലോറി ഉൾപ്പെടെയുള്ള ഭാരം കയറ്റിയ വാഹനങ്ങൾ ഇതുവഴി ചീറിപ്പായുകയാണ്. റോഡിന്റെ പലയിടങ്ങളിലും കലുങ്ക് നിർമ്മാണത്തിനായി പ്രധാന റോഡിൽ നിന്ന് മാറിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇതൊന്നും അറിയാതെ ചരക്ക് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ഇവിടെ പതിവാണ്. നിർമ്മാണത്തിനായി മണൽ നീക്കി ഏറ്റവുമധികം അപകടാവസ്ഥയിലായ സ്ഥലമാണ് രാമപുരം വളവും ഇറക്കവും. ഇതുവഴി ചെറിയ വാഹനങ്ങൾക്ക് പോലും കടന്നുപോകാൻ പ്രയാസം നേരിടുമ്പോഴാണ് ഭാരം കയറ്റിയ ചരക്ക് വാഹനങ്ങളുടെ കുതിച്ചുചാട്ടം. ഇത് മറ്റ് വാഹനയാത്രക്കാരുടെ ജീവന് തന്നെ ഭീഷണിയായി തീർന്നിട്ടുണ്ട്. രാത്രിയിലും പകലും ഇത്തരം വാഹനങ്ങൾ ചീറിപ്പാഞ്ഞിട്ടും ഇതിനെതിരെ നടപടി ശക്തമാക്കാൻ നിയമപാലകരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. വലിയ വാഹനങ്ങളുടെ ഗതാഗതം നിയന്ത്രിക്കാനായി ദേശീയപാതയിൽ വളപട്ടണത്തും പിലാത്തറയിലും ചാക്കുകൾ നിരത്തി ഗതാഗതത്തിന് തടസ്സമുണ്ടാക്കിയിരുന്നെങ്കിലും ഇതൊന്നും തന്നെ ഫലവത്തായിരുന്നില്ല. നിയമപാലകരുടെ ഭാഗത്തുനിന്ന് ഇതിനെതിരെ നടപടി ശക്തമാക്കിയില്ലെങ്കിൽ വാഹനങ്ങൾ തടയുന്നതുൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.
കേരള സ്റ്റേറ്റ് ടിംബർ മർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തളിപ്പറമ്പിൽ അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് നടത്തുന്നു. സൌജന്യ ലക്ഷം വൃക്ഷത്തൈ നടീലേറ്റനത്തിന്റെ ധനശേഖരണാർത്ഥം 16 മുതൽ 23 വരെ നടക്കുന്ന ടൂർണമെന്റിന്റെ ഉദ്ഘാടനം ജെയിംസ് മാത്യു MLA നിർവഹിക്കുമെന്ന് സംഘാടകർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തളിപ്പറമ്പ് ഉണ്ടപ്പറമ്പ് മൈതാനിയിൽ പ്രത്യേകം തയ്യാറാക്കിയ ഫ്ലഡ്-ലിറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. 7 പുരുഷ ടീമുകളും 4 വനിതാ ടീമുകളും മാറ്റിരിക്കുന്ന ടൂർണമെന്റിൽ ദേശീയ അന്തർദേശീയ താരങ്ങൾ കളത്തിലിറങ്ങും. ഉദ്ഘാടന മത്സരത്തിൽ 16 വൈകിട്ട് 6 വനിതാ വിഭാഗത്തിൽ സെന്റ് ജോസഫ് കോളേജ് ഇരിങ്ങാലക്കുട കൃഷ്ണമേനോൻ ഗവൺമെന്റ് കോളേജ് കണ്ണൂരിനെയും പുരുഷ വിഭാഗത്തിൽ സദേൺ റെയിൽവേ ചെന്നൈ ഇന്ത്യൻ നേവി കൊച്ചിയെയും നേരിടും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ബെന്നി കൊട്ടാരം, ജനറൽ കൺവീനർ MA ജോസ്, CH മുനീർ, ജില്ലാ വോളിബോൾ അസോസിയേഷൻ ട്രഷറർ M ബാലകൃഷ്ണൻ, V റാസിക് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ജില്ലയിൽ മണൽവേട്ട കർശനമായി തുടരുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ പോലീസ് നടപടികൾ ഊർജിതമാക്കി. വളപട്ടണം പ്രദേശത്തു നിന്നും മണൽ കടത്തുകയായിരുന്ന മിനി ലോറികളും ഓമ്നി വാനും പോലീസ് പിടികൂടി. വ്യാഴാഴ്ച പുലർച്ചെ വളപട്ടണം പോലീസ് നടത്തിയ പരിശോധനയിലാണ് 40 ചാക്ക് മണലുമായി പോവുകയായിരുന്ന ഓമ്നി വാൻ പിടികൂടിയത്. KL 13 D 7155 മാരുതി ഓമ്നി വാൻ ഓടിച്ച് നാറാത്ത് സ്വദേശി ഷാജഹാനെ അറസ്റ്റ് ചെയ്തു. കൊറ്റാളി കുന്നുംകയ്യിൽ വെച്ചാണ് മണൽ പിടിച്ചത്. കാട്ടാമ്പള്ളിയിൽ വെച്ച് കൈകാണിച്ചിട്ടും നിർത്താതെ പോയ KL 10 D 1162 മണൽ ലോറി പോലീസ് പിന്തുടർന്ന് പിടികൂടി. ചിറക്കൽ റെയിൽവേ ഗേറ്റ് പരിസരത്ത് വെച്ചാണ് ലോറി പിടിച്ചത്. ഡ്രൈവർ കല്ലൂരിക്കടവ് റോഡിലെ ഷമീർ, ക്ലീനർ കമ്പിൽ സ്വദേശി റസാഖ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. മറ്റൊരു ലോറിയായ KL 10 6251 പോലീസ് പിടികൂടിയെങ്കിലും ഡ്രൈവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കമ്പിൽ. ജില്ലയിൽ പുഴകളിൽ നിന്നും കടവുകളിൽ നിന്നും മണൽ കടത്തുന്നതിന് പുതിയ രീതികൾ വ്യാപകമാവുകയാണ്. സ്വകാര്യ വാഹനങ്ങളാണ് മണൽ കടത്തിന് ഉപയോഗിക്കുന്നത്. ഇരുചക്ര വാഹനങ്ങൾ മുതൽ ആംബുലൻസ് വരെ മണൽ കടത്തിനായി ഉപയോഗിക്കുകയാണ്. തുറന്നിട്ട വാഹനങ്ങൾക്ക് പകരം അടച്ചിട്ട വാഹനങ്ങളിലാണ് ഇപ്പോൾ മണൽ കടത്ത് നടക്കുന്നത്. അംബാസിഡർ കാർ, ഓമ്നി വാൻ, ജീപ്പ്, പാസഞ്ചർ ഓട്ടോറിക്ഷ, ടെമ്പോ ട്രാവലർ തുടങ്ങിയ വാഹനങ്ങളിൽ പൂഴികടത്തൽ നിർബാധം തുടരുന്നു. മണൽവേട്ടക്കെതിരെ പോലീസും റവന്യൂ വകുപ്പും നടപടികൾ ശക്തമാക്കിയതോടെയാണ് മണൽ മാഫിയകൾ പുതിയ രീതി പരീക്ഷിക്കുന്നത്. മണൽ ആവശ്യപ്പെട്ടാൽ ആംബുലൻസ് വാൻ എന്ന് തോന്നുന്ന രീതിയിലുള്ള വാഹനത്തിൽ വരെ മണൽ വീട്ടുമുറ്റത്തെത്തും. കമ്പിൽ, നാറാത്ത്, കല്ലൂരിക്കടവ്, പാമ്പുരുത്തി ഭാഗങ്ങളിൽ നിന്ന് ബൈക്കുകളിൽ വരെ മണൽ കടത്തുന്നു. മണൽ കയറ്റേണ്ട വാഹനം ഒരു നിശ്ചിത സ്ഥലത്ത് നിർത്തിയിട്ടാൽ മറ്റു വാഹനങ്ങളിൽ മണൽ ചാക്കുകൾ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അല്പദൂരം മണൽ മാഫിയ അനുഗമിക്കുകയും ചെയ്യും. ജില്ലയിലെ മുഴുവൻ കടവുകളിലും ഏപ്രിൽ മുതൽ സ്ഥിരം പിക്കറ്റിംഗ് സംവിധാനം, പ്രധാന ജംഗ്ഷനുകളിൽ 24 മണിക്കൂറും വാഹന പരിശോധനാ സമ്പ്രദായവും വരികയാണ്. ഈ മണൽ വഴി കിട്ടുന്ന മണൽ ഒന്നിനും കൊള്ളില്ലെന്ന ആക്ഷേപം ശക്തമായതിനെ തുടർന്ന് കരിഞ്ചന്ത മണലിനെയാണ് പലരും ആശ്രയിക്കുന്നത്. ഹോണ്ട ആക്ടീവയിൽ വരെ മണലുകൾ ആവശ്യക്കാരെ തേടിയെത്തുന്നു. വളപട്ടണം പോലീസ് പരിധിയിൽ അഴീക്കൽ തീരപ്രദേശത്ത് കടൽ മണൽ കടത്തുന്നതും വ്യാപകമായി. മണൽ കടത്തുന്നതിന് പുതിയ രീതികൾ എത്തിയതോടെ പോലീസും റവന്യൂ വകുപ്പും കൂടുതൽ ജാഗ്രത പുലർത്തുകയാണ്. ന്യൂസ് ബ്യൂറോ, കമ്പിൽ. ഇന്ത്യ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ട്സ് ഓഫ് ഇന്ത്യയുടെ കണ്ണൂർ ബ്രാഞ്ചിൽ ചാർട്ടേഡ് അക്കൌണ്ടൻസി വിദ്യാർത്ഥികൾക്കായി വിവിധ തലത്തിലുള്ള കോച്ചിംഗ് ക്ലാസുകൾ ആരംഭിക്കുന്നു. CA കോഴ്സിനുള്ള പ്രവേശന പരീക്ഷയായ കോമൺ പ്രൊഫിഷ്യൻസി ടെസ്റ്റിന് വേണ്ടിയുള്ള കോച്ചിംഗ് ക്ലാസുകൾ ഏപ്രിൽ 1 തുടങ്ങും. നിർധന കുടുംബത്തിലെ മികച്ച പഠന നിലവാരമുള്ള അർഹരായ വിദ്യാർത്ഥികൾക്ക് സൌജന്യമായി കോച്ചിംഗ് ക്ലാസുകൾ നൽകും. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ നിരക്കിൽ ഫീസ് ഈടാക്കി ക്ലാസുകൾ നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് കണ്ണൂർ ഫോർട്ട് റോഡിലെ ബ്രിഗേഡ് സെന്ററിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബ്രാഞ്ചുമായി ബന്ധപ്പെടാം. ഫോൺ 0497276655. വാർത്താ സമ്മേളനത്തിൽ C സുരേഷ് കുമാർ, PJ ജേക്കബ്, V മോഹൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ജില്ലാ പഞ്ചായത്തിന്റെ ആരൂഢം പദ്ധതിക്ക് തുടക്കമായി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട പരിശീലന പരിപാടികൾ നടന്നുവരികയാണ്. ജില്ലയിലെ അംഗൻവാടി, നഴ്സറി വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം ഉദ്ദേശിച്ചാണ് ആരൂഢം പദ്ധതി നടപ്പിലാക്കുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ ഭാഗങ്ങളിൽ നടന്നുവരുന്ന പരിപാടിയിൽ കുട്ടികളും മുതിർന്നവരും തമ്മിൽ കഥ പറച്ചിൽ, നാടൻ പാട്ടുകൾ തുടങ്ങി വിവിധ മത്സരങ്ങളും നടന്നു. ന്യൂസ് ബ്യൂറോ, കമ്പിൽ. യുണൈറ്റഡ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷന്റെ 6ാം വാർഷികത്തോടനുബന്ധിച്ച് വേനൽക്കാല അവധിക്കാലത്ത് കുട്ടികൾക്കായി പഠന ക്യാമ്പ് നടത്തുന്നു. ഏപ്രിൽ 1 മുതൽ ക്ലാസ് ആരംഭിക്കും. വളർന്നുവരുന്ന തലമുറയിൽ നല്ല ജീവിതശൈലി പകർന്നുകൊടുത്തുകൊണ്ട് അവരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം സംരക്ഷിക്കുന്ന ഒരു പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് യുണൈറ്റഡ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. കുട്ടികളിലുണ്ടാകുന്ന അലസത, മടി, കുസൃതി, പഠന വൈകല്യം, ഓർമ്മശക്തി കുറവ്, ബുദ്ധിമാന്ദ്യം, ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ എന്നിവ നിയന്ത്രണ വിധേയമാകുന്നു. 10 മണിക്കൂറാണ് കോഴ്സിന്റെ കാലാവധി. വാർത്താ സമ്മേളനത്തിൽ PP ഗണേഷ് കുമാർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.
ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പാലിയേറ്റീവ് പ്രവർത്തകർക്കുള്ള പരിശീലന പരിപാടി ശ്രീകണ്ഠാപുരം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു. ശ്രീകണ്ഠാപുരം, പയ്യാവൂർ, എരുവേശി ഗ്രാമപഞ്ചായത്തുകളിലെ പാലിയേറ്റീവ് നഴ്സുമാർ, ആശാപ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർക്കുള്ള ക്ലാസാണ് നൽകിയത്. ഡോക്ടർ കെ എം ദിനേശൻ, ജോൺസൺ ജോസഫ്, എ കെ സനോജ് എന്നിവർ ക്ലാസ് എടുത്തു. ശാരീരിക പ്രശ്നത്തിന് അപ്പുറത്തുള്ളതാണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള അയാൾക്ക് ഒറ്റപ്പെടൽ. എന്നുവെച്ചാൽ പരസഹായം ആവശ്യമുള്ള രീതിയിൽ വീടുകളിൽ കിടപ്പിലായി നാട്ടുകാരെ കാണാനോ അയാളുടെ പൂർവ്വകാല ജീവിതത്തിൽ ഇടപെടുന്നത് പോലെ ഇടപെടാനോ പറ്റാത്തൊരവസ്ഥ. അതോടൊപ്പം അയാൾക്കുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മാനസികമായ പ്രയാസങ്ങൾ, ഇതിന്റെ ഒപ്പം ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ആത്മീയപരമായിട്ടുള്ള പ്രശ്നം. ഈ പ്രശ്നങ്ങളെ ഒന്നാകെയാണ് നമ്മൾ കാണുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ വി ബിജുമോൻ, മാർഗരറ്റ് മാത്യു, സി പി ജോസ് തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശ്രീകണ്ഠപുരം. സൈൻ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് വിവിധ പ്രവേശന പരീക്ഷകൾക്കായി വിദ്യാർത്ഥികൾക്ക് സൌജന്യ പരിശീലനം നൽകുന്നു. എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ എഡ്യൂക്കേഷന്റെ ആഭിമുഖ്യത്തിൽ ജെഇഇ, ALPMT, KEIM എന്നീ പ്രവേശന പരീക്ഷകൾക്കാണ് പരിശീലനം നൽകുന്നതെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സയൻസ് വിഷയങ്ങളിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികൾക്കും NMMS സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികൾക്കും സൌജന്യമായി പരിശീലനം നൽകും. 21 മുതൽ കണ്ണൂർ KVR ടവറിൽ നടക്കുന്ന പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ 049727647772 നമ്പറിൽ ബന്ധപ്പെടാം. വാർത്താസമ്മേളനത്തിൽ പ്രദീപ് നമ്പ്യാർ, NT പ്രശാന്ത്, രമേശ് പരിയാരം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. പാവന്നൂർ ചുവന്നമ്മ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷം സമാപിച്ചു. 2 ദിനങ്ങളിലായി നടന്ന ഉത്സവാഘോഷത്തിൽ നിരവധി തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. 2 ദിനങ്ങളിലായി നടന്ന പാവന്നൂർ ചുവന്നമ്മ ക്ഷേത്ര ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം സ്ഥാനികൻ പാലക്കൽ കൃഷ്ണൻ നമ്പ്യാർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തെക്കൻ കരിയാത്തൻ, ചുവന്നമ്മ, തായ്പരദേവത, വിഷ്ണുമൂർത്തി, ഗുളികൻ എന്നീ തെയ്യക്കോലങ്ങളും കെട്ടിയാടി. ന്യൂസ് ബ്യൂറോ, മയ്യിൽ. നവനവങ്ങളായ രുചിഭേദങ്ങൾ അനുഭവിച്ചറിയാൻ പ്രകൃതിയുടെ പച്ചപ്പൽ തീർത്ത ഭക്ഷണശാല തളിപ്പറമ്പിൽ അണിഞ്ഞൊരുങ്ങുന്നു. തൃച്ചംബരത്തെ ടീക്ക് ഫോറസ്റ്റ് ഡ്രൈവ് ഇൻ ധാബ ശനിയാഴ്ച വൈകിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. ചടങ്ങിൽ ജെയിംസ് മാത്യു MLA, നഗരസഭാ ചെയർപേഴ്സൺ റംല പക്കർ എന്നിവർ പങ്കെടുക്കും. 70 സെന്റ് വിസ്തൃതിയിൽ പരന്നുകിടക്കുന്ന തേക്കിൻ ഗാർഡിനിടയിലാണ് പ്രകൃതിരമണീയമായ ഹോട്ടൽ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. ടൂറിസ്റ്റ് ബസ്സുകൾക്കും മറ്റും വാഹനം നിർത്തിയിടാൻ വിശാലമായ സൌകര്യവും ഒരുക്കിയിട്ടുണ്ട്. തനി നാടൻ വിഭവങ്ങൾ മുതൽ സൌത്ത് ഇന്ത്യയിലെയും നോർത്ത് ഇന്ത്യയിലെയും വേറിട്ട ഭക്ഷ്യവിഭവങ്ങൾ രുചിഭേദങ്ങൾക്കനുസരിച്ച് ഇവിടെ ലഭ്യമാക്കും. ഇതിനു പുറമെ അറേബ്യൻ മന്തി, കബ്സ, മജ്ബൂസ് തുടങ്ങിയ അറേബ്യൻ വിഭവങ്ങളും ചൈനീസ് കോണ്ടിനെന്റൽ വിഭവങ്ങളും ഒരുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാളാഘോഷം തുടങ്ങിയവയ്ക്ക് പ്രത്യേക സൌകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികളായ നിസാർ അബ്ദുൽ റഹ്മാൻ, MK അബ്ബാസ്, MS വൈദ്യർ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂരിൽ കെ സുധാകരനും PK ശ്രീമതിയും പ്രചാരണം തുടങ്ങി. BJP സ്ഥാനാർത്ഥി PC മോഹനനും പ്രചാരണ രംഗത്ത് സജീവം. കരുതലോടെ തന്ത്രങ്ങൾ. കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുന്നു. സരിത നായർ നൽകിയ പരാതിയിൽ AP അബ്ദുള്ളക്കുട്ടി MLA തെറ്റുകാരനാണെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് DCC പ്രസിഡന്റ് K സുരേന്ദ്രൻ. ജില്ലയിൽ കോൺഗ്രസ് പ്രവർത്തനം ഇല്ലായ്മ ചെയ്യാൻ CPM ബോധപൂർവം ശ്രമിക്കുകയാണെന്നും K സുരേന്ദ്രൻ. കൗവായി മാടക്കയിലെ മാവടി ഹൌസിൽ ഭാർഗവിയെ കൊലപ്പെടുത്തി പുഴയിൽ തള്ളിയ സംഭവം. മുഖ്യപ്രതി മജീദ് തിരുവനന്തപുരത്ത് പിടിയിൽ. തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്നവർക്ക് കൂലി ലഭിക്കാതായിട്ട് മാസങ്ങൾ കഴിയുന്നു. തങ്ങൾ പട്ടിണിയിലേക്കെന്ന് തൊഴിലാളികൾ. അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.